ലോകത്തിൽ നിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. നിരുപാധികം ഒരു നിലയ്ക്കും സംശയത്തിനിടയില്ലാതെ സിദ്ധാർത്ഥിന്റെ കുടുംബത്തോടൊപ്പം സിദ്ധാർത്ഥിന് നീതി കിട്ടുന്നതിന് വേണ്ടി SFI ഉണ്ടാകുമെന്നുള്ളതിനകത്ത് തർക്കമില്ല. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. എന്നാ പിന്നെ ഞാൻ മറ്റേ അല്ല, സിദ്ധാർത്ഥ ക്യാമ്പസിനകത്ത് SFIയുടെ വിവിധ പരിപാടികൾക്കകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പൊ എന്റെ ഫോട്ടോസ് ഉൾപ്പെടെ എന്റെ കയ്യിലുണ്ട്. പാർട്ടിക്ക് നഷ്ടപ്പെട്ടത് ചൂടുമുശിരുള്ള ഒരു സജീവ പ്രവർത്തകൻ. പാർട്ടിയുടെ സജീവ പ്രവർത്തകൻ ചുളുവിൽ ഒരു രക്തസാക്ഷി ഉണ്ടാക്കിയെടുക്കുക. ആ പാവത്തിന് രാഷ്ട്രീയം എന്താണെന്ന് അറിയുമല്ലോ. അവർക്കെതിരായിട്ടുള്ള നടപടി ഉണ്ടാകുക എന്നുള്ളതിനകത്ത് ഞങ്ങൾക്ക് മറ്റ് എതിരഭിപ്രായങ്ങളൊന്നും SFIയെ സംബന്ധിച്ചില്ല. ഏതായാലും പൗലോച്ചായനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഭരത് അവാർഡ് കിട്ടുന്ന ഓവർ ആക്ടിംഗ് അല്ലേ കാഴ്ചവെച്ചത്. ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളും ശിക്ഷിക്കപ്പെടണം, അവർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പക്ഷം. ഒരു കള്ളൻ കുറെ നുണ പറയാനും നീയൊക്കെ ഇത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. ഇതൊക്കെ ആ പ്രതിപ്പട്ടികയിൽ സാധാരണക്കാര് ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമോ? ആ പ്രതിപ്പട്ടികയിൽ SFI നേതാക്കൾ അല്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ നടക്കുമായിരുന്നോ ഈ നെറുകെട്ട സംരക്ഷണ നീക്കങ്ങൾ? എന്നിട്ട് ഇവന്മാരൊക്കെ പിടിച്ചകത്തിട്ട് വല്ലതും ചെയ്യാന്ന് കരുതിയാ? ഇപ്പൊ കണ്ടില്ലേ, മോളിൽ നിന്നൊരു ഫോൺ വരും, വിട്ടേരെന്ന്. ഇതിൽ പ്രതിഷേധമുള്ള ആളുകൾ നിരവധിയുണ്ട്. ആഹ്വാനം വിളമ്പ്. ഹർഷോയുടെ വാക്കുകൾ നാം കേട്ടതാണ് പത്രസമ്മേളനത്തിൽ. ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും, പക്ഷെ ഞാൻ പൊട്ടനല്ല. ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ ഹർഷോ മുതിർന്നു? ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം ഉന്നയിച്ച നാട്ടുകാരെ തല്ലും. അതുകൊണ്ടാണ് ഇപ്പോൾ അല്ല, അത് പിന്നെ ആ സംഘടനയെ അങ്ങനെ ഉന്നയിച്ച നാട്ടുകാരെ കൈവെക്കും. അതുകൊണ്ടാണ് ഉന്നയിക്കാത്തത്. അങ്ങനെ ചെയ്യാൻ പോകുന്നില്ലെന്നേ ഒരു മനുഷ്യൻ പോലും. അങ്ങനെ ഉന്നയിച്ച അങ്ങനെ ഇപ്പൊ ന്യായീകരണമായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നാട്ടുകാർ കൈവെക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഉന്നയിക്കാത്തത്. ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ ഹർഷോ മുതിർന്നു? ഒരു തരത്തിലും വേറെ ഒരു പണിയില്ലടേ നിനക്കൊക്കെ. പറയാം, സ്വന്തം മനസാക്ഷിയോടാകരുത്. സംഭവം പൊളിഞ്ഞായിരുന്നു, നീ വെച്ചേരെ. പൊളിഞ്ഞു നീ വെച്ചേ. പൊളിഞ്ഞു. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.